ഞാനേ കുറേ നാളായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പുഷ്പ 2, KGF, ബാഹുബലി, ഈവൻ ആടുജീവിതം, അങ്ങനെ ഒട്ടനവധി സിനിമകൾ വരാറുണ്ടല്ലോ. മലൈക്കോട്ടെ ബാലിബൻ. ഇതിനകത്ത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യൻ സംവിധായകർക്ക് സത്യത്തിൽ പണി അറിയത്തില്ല. ശരിക്കും അവർക്ക് ഈ പണി അറിയത്തില്ല. പുഷ്പ 2 ഒക്കെ ഇപ്പോൾ 1000 കോടി കളക്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഇത്ര കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ സായിപ്പന്മാരെല്ലാം പോയിരുന്നു പുഷ്പ 2 കാണുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അമേരിക്ക തന്നെ ഏതാണ്ട് 4 മില്യൺ ഇന്ത്യക്കാരുണ്ട്. അത് മതി അവിടെ നിന്ന് ഒരു പൈസ കിട്ടാൻ വേണ്ടി, അല്ലാതെ വേറെ ആരും കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം ഇന്ന സിനിമ ഇപ്പോൾ ലോക സിനിമയോടൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഗ്ലാഡിയേറ്റർ 2 ഇൻഡസ്ട്രിയലിനോടൊക്കെ കമ്പയർ ചെയ്യുക പുഷ്പ 2-നെ. ആൾക്കാരെ ഇൻഡസ്ട്രിയൽ കൊള്ളത്തില്ല, പുഷ്പ 2 ആണ് നല്ലത്, അങ്ങനെ ഭയങ്കര സംഭവം നടക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് പണി അറിയത്തില്ല. പണ്ടൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടായതായിരിക്കും, സത്യജിത്രയെ പോലെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായതായിരിക്കും. പക്ഷെ ഇപ്പോൾ അറിയത്തില്ല. നേരത്തെ മലയാളികൾക്ക് ജോണബ്രഹ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും അവരൊന്നും ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയില്ല. അതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒന്നെങ്കിൽ പക്ക മസാല പന്നപ്പടം ഉണ്ടാകും, മസാലപ്പടം. അതിപ്പോൾ പുഷ്പ 2 പോലുള്ള അതിനകത്ത് കുറെ ഭക്തി എലമെന്റും കച്ചകൊച്ചെല്ലാം കൂടെ അടിച്ചു കയറ്റി ഒരു പരട്ട വൾഗർ തുണി പൊക്കി കാണിക്കൽ ഡാൻസ്, പന്ന ഡാൻസ്. അതൊരു ആ ഡാൻസിനെ പോലും ഒരു ആർട്ടായിട്ട് കാണാൻ കൊള്ളുകയില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനത്തെ സാധനം ഉണ്ടാക്കും. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി. അല്ലെങ്കിൽ അവാർഡ് മൂവി എന്ന് പറയുന്നത് ആർട്ട് ഫിലിംസ് മാത്രം ഉണ്ടാകും. ആർട്ട് ഫിലിംസ് അത് ആൾക്കാരുടെ എക്സ്ട്രീം ഫീലിങ്സിനെയൊക്കെ ഇവർ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ച് അങ്ങനത്തെ സാധനം ഉണ്ടാകും. ഇത് രണ്ടും കൂടെ ഉള്ള സാധനം ഇല്ല. ഇപ്പം ലോക സിനിമ കാണുന്ന അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വെബ് സീരീസ്, ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ്, മാർക്കോപോളോ, പിന്നെ ബ്രേക്കിംഗ് ബാഡ്, ഈവൻ ബിഗ് ബാങ് തിയറി ആണെങ്കിൽ പോലും. ബിഗ് ബാങ് തിയറി ഒന്നും ചുമ്മാ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു തമാശ, ഒരു കോമഡി സാധനമാണെങ്കിൽ പോലും. സൊസൈറ്റി ഓഫ് സ്നോ, ഡാർക്ക്, പീക്കി ബ്ലൈൻഡേഴ്സ്, വൈക്കിങ്സ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് സീരീസുകളുണ്ടല്ലോ. ഇതെല്ലാമായിട്ട് കമ്പയർ ചെയ്താൽ പോലും അതിൻ്റെ ഒന്നും ഒരു 1% പോലും ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളാണ് ഇവിടെ ഉണ്ടാക്കി ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആഘോഷിക്കുന്ന സാധനം എന്ന് പറയുന്നത്. ഇതിനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ പുഷ്പ 2 2005 നല്ല ഇറങ്ങിയ ബണ്ണിയായിട്ട് ആ ഫിലിം മേക്കിങ്ങിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല. അതിനേക്കാളും അത് മലയാള സിനിമയാണ്. എന്തായാലും 6ാം നമ്പറിനേക്കാളിലും നരസിംഹത്തിനേക്കാളും വ്യത്യാസം ദൃശ്യത്തിനുണ്ട്. കാരണം നമ്മുടെ ഒരു അപ്രോച്ച്, സിനിമയെ കാണുന്ന ഒരു അപ്രോച്ച് നമ്മുടെ മാറി. പക്ഷെ ഇത് ഭയങ്കര മോശം സിനിമ. മോശം സിനിമയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്നത് പത്താനൊക്കെ എന്ത് സിനിമയാണത്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് കാശ് വരുന്നൊക്കെ പറയുന്ന ഇവിടുത്തെ വലിയ സിനിമാ നിരൂപകരൊക്കെ ഉണ്ട്. അവരിരുന്ന് കണ ഏതാണ്ടൊക്കെ പറഞ്ഞു പെർഫോമൻസ് ഭയങ്കര പെർഫോമൻസ് ആണെന്നൊക്കെ പറയുന്നത്. ഇപ്പം പുഷ്പ തന്നെ കണ്ടിട്ട് അതിന് തല്ലുപറിച്ചിട്ട് പെർഫോമൻസ് ഭയങ്കരമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ അതൊന്നൊരു പെർഫോമൻസ് അല്ല. കൊമേഴ്ഷ്യൽ സിനിമയാണ്, ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. സിനിമ ഒരു ബിസിനസ് ആണ് എന്ന് പറയുമ്പോൾ പോലും അത് സത്യത്തിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് ആൾക്കാർ ഊമ്പിച്ച് പൈസ ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ കാണിക്കുന്നത്. അല്ലാതെ ആർട്ട് ഫിലിം എല്ലാം വിജയിച്ച് പൈസ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ആശയം അതുമല്ല. നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് അവതാർ എന്ന് പറയുന്ന സിനിമയെ പറ്റി, ആ സിനിമ ഇറങ്ങുന്നത് അത് ഒരുപാട് പൈസ ഉണ്ടാകുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷേ ആ സിനിമ ഒരിക്കലും അതിൻ്റെ ഒരു ആർട്ട് വാല്യൂല് ഫെയിലല്ല. അതിന് നല്ല ആർട്ട് വാല്യൂ ഉണ്ട്, CG ഉണ്ട്, VFX ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടായിക്കോട്ടെ. എന്നാൽ പോലും അതായത് ഓരോ ക്യാരക്ടേഴ്സിന് അവരുടെ ഇമോഷണൽ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കഥയ്ക്ക് ഒരു ഡെപ്ത് ഉണ്ട്, അവർ പറയുന്ന കാര്യത്തിൽ ഡെപ്ത് ഉണ്ട്. അവരുടെ കഥയും കാര്യങ്ങളും സാഹചര്യങ്ങൾക്കും ഓരോ കാരണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അവരതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞ് പുഷ്പ 2 എനിക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞ് കരയുന്ന കാണുമ്പോൾ നമുക്ക് ശരിയായിരുന്നു. കാരണം അത് ചെയ്യാൻ അറിയത്തില്ല. നമുക്ക് ആ സിനിമയായിട്ട് അതിന് ബന്ധമില്ല. ആ ഒരു സീനിന് നമ്മൾ അത്രത്തോളം ഫെയിലിയർ ആണ് അത്. ഇവിടുത്തെ വലിയ ഡയറക്ടേഴ്സ്, രാജമൗലി, മഹാത്തൊലി, ഇയാള് ലോകേഷ് കനകരാജ്, ഇതെല്ലാം പറയുമ്പോഴുണ്ടല്ലോ ഇവർക്ക് ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഇല്ലാത്തത് തന്നെ. ഇവിടുത്തെ ആക്ടേഴ്സിനും ക്വാളിറ്റി ഇല്ല. ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയുന്ന, ഞാൻ ഈ സിനിമ എല്ലാം കാണാറുണ്ട്, എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട്. മസാലപ്പടം ഞാൻ മാക്സിമം കാണാറില്ല, എന്നാൽ പോലും ലോക സിനിമയിലെ മിക്ക സാധനം ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അങ്ങനെ സംശയം എന്റെ അഭിപ്രായമുള്ള പലരും ഉണ്ടാവും. ഇവിടുത്തെ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെയാ. അതിനെന്നാ കാരണം അറിയാമോ? ഇവർ ആൾക്കാരെ റെഫർ ചെയ്യുന്നില്ല, ഇവർ കഥ ഉണ്ടാക്കുക ചെയ്യുന്നത്. സിനിമാ സംവിധായകർ ആക്ച്വലി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവര് ആളുകളെ ആദ്യം സ്റ്റഡി ചെയ്യണം, എന്നിട്ട് വേണം സിനിമ ഉണ്ടാകാൻ. അവരെങ്ങനെയാണ് ഇമോഷണലി പെരുമാറുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ്, അത് മറ്റുള്ളവരെ എങ്ങനെ കാണിക്കാൻ പറ്റും, അതിനെങ്ങനെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കണം. അത് ഓരോ തരത്തിലുള്ള എല്ലാ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത് ശരിയാകത്തോളം കാര്യമുണ്ട്. അവതാറിന്റെ കാര്യം അങ്ങനെ, ഇപ്പൊ ഗ്ലാഡിയേറ്റർ ആണെങ്കിൽ പോലും അതും ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷെ അതിൻ്റെതായ ആർട്ട് വാല്യൂ ഉണ്ട്, അതിൻ്റെതായ മ്യൂസിക് ഉണ്ട്, അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അതൊരു ലെജൻഡറി സാധനമായിട്ടാണ് അവരുണ്ടാക്കുന്നത്. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് പുഷ്പ 2 എന്ന് പറഞ്ഞ കുറെ കുളിക്കാൻ നനയ്ക്കാത്ത പോലെ കുറെ ആൾക്കാരെ ഉണ്ടാക്കി വെച്ച് എന്നെ തൊലിഞ്ഞ സാധനം അതൊക്കെ, എന്നിട്ട് വലിയ ആഘോഷിക്കുക. ഏതൊരു ഹിന്ദി നടി ഇങ്ങനെ പറഞ്ഞെന്ന്, ഇൻഡസ്ട്രിയലാർ ഇപ്പൊ ഇവിടെ റിലീസ് ചെയ്യേണ്ട കാര്യമില്ല, പുഷ്പ 2 തന്നെ അതും ഒരു സിനിമയല്ലേ, അത് ഇന്ത്യൻ സിനിമയാണ്, ഇന്ത്യൻ സിനിമയല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട, അല്ലെ ഇൻഡസ്ട്രിയലാറിന്റെ റിലീസ് അല്ലെന്നൊക്കെ. ഇൻഡസ്ട്രിയലാറിന്റെ ഒന്നും ഒരൊറ്റ പർട്ടിക്കുലർ സീക്വൻസിന്റെ അത്ര പോലും വാല്യൂ ഇല്ല ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക്. അത് ഇവർക്ക് അറിയത്തില്ല. ഇവര് ഇന്ത്യൻ സാധനം, ഇന്ത്യൻ തീട്ടം, അതിനൊരു വാല്യൂ ഉണ്ട്. ഇന്ത്യക്കാരാണ് തീട്ടം തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർക്ക് പണി അറിയത്തില്ല. ഇപ്പൊ ലിജോ ജോസ് പെലിശ്ശേരിക്ക് അയാളുടേതായ രീതിയിലുള്ള സിനിമ ഉണ്ടാക്കാനൊക്കെ അറിയാം. പക്ഷെ എന്നാൽ പോലും പുള്ളിക്ക് അത് ഒന്നെങ്കിൽ കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ പുള്ളിയുടെ ആർട്ടുള്ള സിനിമയോ അങ്ങനെ ആക്കാനേ പറ്റത്തുള്ളൂ. ഇതിനെ രണ്ടിനെയും കൂടെ സംയോജിപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഉണ്ടാകുന്ന സിനിമകൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പൊ ഇൻസെപ്ഷൻ എന്ന സിനിമ എന്ന് പറയുന്നത് അത് മലയാളിക്കുന്ന ഇന്ത്യൻ സിനിമാ സംവിധായകർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല സബ്ജക്റ്റ്. അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു അത്രത്തോളം ഉള്ള ത്രാണി അവർക്കില്ല, അവർക്ക് പറ്റിയില്ല, അവർക്ക് കഴിയത്തില്ല. അതാണ് ഈ പ്രശ്നം. ഇപ്പം രാമായണം അവതാർ പോലെ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അവതാർ പോലെ ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞാൽ ചിലപ്പോൾ നീലക്കടലിൽ ഉണ്ടാക്കുക എന്നല്ലാതെ അവതാറിന്റെ അത്ര ഒന്നും എത്തിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് അയാളെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്കിവിടെ നമുക്ക് ഈ പ്രശ്നം ഉണ്ടല്ലോ, മതം പറഞ്ഞുള്ള നമ്മിത്തല്ലേ, നമ്മുടെ സിനിമയിൽ മതം ഉണ്ടല്ലോ. ഇങ്ങനത്തെ അജണ്ടകളുമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു സ്റ്റോറിയെ ഉണ്ടാക്കാനോ അതിനകത്ത് ആൾക്കാരുടെ ഫീലിങ്സിനെ മറ്റുള്ള മുമ്പിലേക്ക് എത്തിക്കാനോ ഇതൊന്നും പറ്റിയില്ല. പുഷ്പ 2 വലിയ സംഭവമാണ്, വിജയുടെ സിനിമകൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഇവിടെ ആൾക്കാർ കരുതുന്നത്. അതൊക്കെ വെറും മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലോകത്തല്ലെങ്കിൽ വേറെ ആരും സിനിമ ഉണ്ടാക്കാതിരിക്കണം. ഇപ്പൊ ഡിപ്പാർട്ടഡ് എന്ന് പറയുന്ന സിനിമയുണ്ട്, അതൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ ഇങ്ങനെ സാധനം ഒന്നും ഇവിടെ ആർക്കും ഉണ്ടാക്കാറില്ല. ഈവൻ നമ്മുടെ പീക്കി പ്ലാനേഴ്സിനകത്തുണ്ടാകുന്ന ഒരു സ്വാഗതം, അതായത് ഒരു മാസ് അങ്ങനെ സാധനത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ആർക്കും അത് അറിയത്തില്ല. സത്യം ഇവർക്ക് പണി അറിയത്തില്ല. എന്നിട്ട് കിടന്ന് എന്തൊക്കെയോ പറയുവാണ്, മോഹൻലാൽ വലിയ ആക്ടറാണ്, ലോകോത്തര ആക്ടറാണ്. എന്ത് ആക്ടർ? ബ്രാഡ് പിറ്റ് ചെയ്യുന്ന ഒരു റോളൊന്നും മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേ ചെയ്താൽ പോലും അത് അതേപോലെ ആകത്തുമില്ല. ഈ അത്രയൊന്നും വേണ്ട. നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിനകത്ത് കുറച്ച് കുട്ടികളുണ്ടല്ലോ, അവരഭിനയിക്കുന്ന പോലെ ഇവിടെ ഒരാൾ അഭിനയിച്ച് കാണിക്കട്ടെ. അവർക്കത് അറിയത്തില്ല. അത് അറിയത്തില്ല എന്നുള്ളത് അറിയത്തില്ലായ്മ തന്നെയാണ്. ഇതിനിടയ്ക്ക് എന്താണ് ഇത്ര വലിയ അഭിമാനിക്കാൻ, എന്താണ് ഇത്ര വലിയ കൊട്ടി ഘോഷിക്കാൻ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് സത്യം പറഞ്ഞ ഇത് കാണുമ്പോൾ നമുക്ക് തൊലി വിരിഞ്ഞ പോലെ തോന്നുന്നു. പുഷ്പ 2 ഇൻഡസ്ട്രിയറിന്റെ റിലീസ് തടഞ്ഞു, അതിനേക്കാൾ മികച്ച പടമാണ്. ഗ്ലാഡിയേറ്ററിനെക്കാളും കളക്ഷൻ നേടിയത്. ഗ്ലാഡിയേറ്ററിനെക്കാളും കളക്ഷൻ ഒന്നും പുഷ്പ 2 നേടിയൊന്നുമില്ല. ഗ്ലാഡിയേറ്റർ ഈ കഴിഞ്ഞ ദിവസം 4000 കോടിയുടെ കളക്ഷൻ നേടി. അത് ഇതേപോലത്തെ ഊച്ചാളിപ്പടമല്ല അത്. അതിനകത്ത് എന്ത് ഫൈറ്റ് ഉണ്ട്, എന്ത് സ്വാഗുണ്ട്, എന്ത് മാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ആർട്ട് വാല്യം കൂടെ ഉണ്ട്. പുഷ്പക്കകത്ത് എവിടെയാ ഒരു ആർട്ട്? അതിനകത്ത് ഒരു സാധനം ഇല്ല. അതൊരു കച്ചറ സാധനമാണ്. ഈ കച്ചറ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കുറെ ആൾക്കാരുടെ വലിയ അധ്വാനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോ എന്ത് അധ്വാനിച്ചൊരു സാധനം ആർക്കും ഉപകാരമില്ലാത്തൊരു പന്ന സാധനം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എത്ര പോലെ അധ്വാനം ഉണ്ടായിട്ട് എന്താ കാര്യം? എനിക്കത്ത് പറഞ്ഞ ബാഹുബലി ഒന്നും എനിക്ക് ഇഷ്ടമല്ല അതിനൊന്നും. അത് എന്ത് പന്ന സാധനം അതൊക്കെ. ഇവൻ ആട് ജീവിതത്തിനകത്ത് ഇവരുടെ ഒരു പ്രണയസീനം കാണിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോട്ടുണ്ട്. അതൊക്കെ ഭയങ്കര മോശം മസാല സാധനം. അതൊക്കെ അതിനെയൊന്നും ബസ്സിക്ക് അതിനൊന്നും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. അതിനൊന്നും അങ്ങനൊന്നും അല്ല ഡീൽ ചെയ്യുന്നത്. അതിനെ ഡീൽ ചെയ്തിട്ടുള്ള പല ലോകോത്തര സിനിമകൾ അതൊക്കെ കണ്ടു പഠിക്കുക. നിങ്ങൾ അതിന് ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ചൊന്ന് പഠിക്കുക. ഒരു മനുഷ്യന് വിഷമം വരുമ്പോൾ അയാൾ എന്തൊക്കെ കാണിക്കുക, അയാളുടെ പ്രണയ ഫീലിങ്സ് എന്താണ് അയാൾ നമ്മൾ പറയുമ്പോൾ അയാളുടെ ഫീലിങ്സിന്റെ ആഴവും പരപ്പും ഒക്കെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി മനസ്സിലാക്കിയാലേ ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ.
ഇതൊന്നും ഇല്ലാതെ കുറെ കഥ എഴുതി വെച്ചിട്ട് ഈ ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കി ആൾക്കാരെ തലക്കടിക്കാന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പൊട്ടപ്പടം കൊണ്ടാകുന്നത്. ഈ പടങ്ങളെ ക്വാളിറ്റി ഇല്ലാത്ത മോശം പടങ്ങളാണെന്നതിന്റെ ഒന്നാം തരം തെളിവ് ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഇപ്പോഴുള്ള സിനിമകൾ ഇതിനൊറ്റ ഒരെണ്ണത്തിന് പോലും ഇപ്പൊ ലഗാനൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു അക്കാദമി അവാർഡിന്റെ ഒരു നിലയിലേക്കൊന്നും ഇത് പോകത്തില്ല. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കൊക്കെ പോകുന്ന സിനിമകൾ വളരെ കുറവാ. അതിന് അത്ര ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ പോകുന്നത്. അതൊന്നും അല്ലാതെ പോകുന്നത്. ഇപ്പം മികച്ച അന്യഭാഷ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതർ ലാംഗ്വേജ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് അക്കാദമി അവാർഡിൽ ഒരു നോമിനേഷൻ പോലും ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടാത്തതിന്റെ കാര്യം അതാ. ഇത് കൊള്ളത്തില്ല. ഇത് സത്യത്തിൽ ഇത് കൊള്ളുകയില്ല. കൊള്ളത്തില്ല. ഇപ്പൊ സനൽകുമാർ ശശിധരനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. സനൽകുമാർ ശശിധരനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ പുള്ളിയുടെ ലൈനെ അറിയത്തുള്ളൂ. അല്ലാതെ പുള്ളിക്ക് ഇതിങ്ങനെ കൊമേഴ്ഷ്യൽ ആക്കാനും ആർട്ടാക്കാനും കൂടെ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളിക്ക് ആർട്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതിനകത്ത് ഇവിടുത്തെ പ്രശ്നം കിടക്കുന്നത്. ഇതാർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതെന്താണ് അങ്ങനെ? അത് ഇവിടുത്തെ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല. ഇവിടെ ഇപ്പം പെയിന്റ് ചെയ്യുന്ന ആൾക്കാർ, പടം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരൊന്നെങ്കിൽ ഇവിടുത്തെ സ്റ്റാർസിനെ സിനിമാനങ്ങളെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ദൈവങ്ങളുടെ പടം വരയ്ക്കുക. അവരതിലങ്ങ് സ്റ്റക്കാവുക. അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അവരത് ചെയ്യത്തുള്ളൂ. അവർക്കത് അറിയത്തുള്ളൂ. അവർ ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ചിന്തയിലോട്ടോ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ പോകത്തില്ല. അവരെവിടെയൊക്കെ നിന്നു പോവുക. അത് നമ്മുടെ ഒരു അതിന് കൾച്ചറൊന്നുമല്ല പറയുന്നത്, അതിന് വിവരമില്ലായ്മ എന്നാണ് പറയുന്നത്. അതൊന്നും ഒരു കൾച്ചറൊന്നുമല്ല. ഇതെല്ലായിടത്തും ഉണ്ട്. അത് ഇവിടുത്തെ മ്യൂസിക്കിൽ വരെ ഉണ്ട്. ഈ ഒരു സാധനം ഇവിടുത്തെ എല്ലാ കാര്യത്തിലുണ്ട്. അതിനകത്ത് ഇവിടുത്തെ സിനിമയിലുണ്ട്, ഇവിടുത്തെ പാട്ടുകളിലുണ്ട്, ഇവിടുത്തെ ചിത്രകാരന്മാരിലുണ്ട്, ഇവിടുത്തെ സ്കൾപ്ചേഴ്സിലുണ്ട്. എല്ലാവരുടെ അടുത്തും ഇതേ സാധനം. ഇവരെല്ലാം ഫെയിലാകും അവരുടെ ഒരു പ്രൊഫഷണൽ മൊബൈലിൽ. പക്ഷെ ഇവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം വഴിയിൽ ഒരു മോഹൻലാലിന്റെ പടം വരച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇവരാരും ലോകപ്രശസ്തരൊന്നും ആകുന്നില്ല. അതെന്തോ കേസ് കേട്ടായത്? ആരെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഞാൻ ഈ പുഷ്പാറ്റ് ഇതിനെ പറ്റി ഇങ്ങനെ തള്ളുന്ന കാണുമ്പോഴേ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് കുറച്ച് വെബ് സീരീസിന്റെ കാര്യം, കുറച്ച് സിനിമകളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് നിങ്ങൾ കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ മതി. ഈ മനസ്സിലാകുകയില്ലാത്ത അത് പറഞ്ഞപ്പോഴേ ഈ മനസ്സിലാകുകയില്ലാത്ത സിനിമകളുണ്ടല്ലോ. അപ്പൊ ഇൻഡസ്ട്രിയൽ കോൾ എന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ മൂവി ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഇപ്പൊ ഇൻസെപ്ഷൻ തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥ വരും. അങ്ങനത്തെ ഒരു മനസ്സിലാകാത്തൊരു കണ്ടന്റ്, അതായത് കഥയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കഥ ഉണ്ടോ, പ്രേക്ഷകൻ കണ്ടുപിടിക്കണ്ടേ. അങ്ങനത്തെ ഒരു കാര്യമുള്ള സിനിമ പോലും ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതൊരു പരാജയമാണ്. എന്നിട്ട് ഇവർ വലിയ സെലിബ്രിറ്റീസോ വലിയ സ്റ്റാർസോ. എന്താണ് ഈ സ്റ്റാർ വാല്യൂ? ഇവരത്ര വലിയ ആക്ടേഴ്സ് ആണോ? ഒരിക്കലും അല്ല. അതല്ലെന്നുള്ളതൊരു സത്യമാണ്. ഇവരൊക്കെ ഒരു ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാർ മാത്രമാണ്. എന്നിട്ട് സമൂഹത്തിൽ ഭയങ്കര വില. ഇവർ വന്ന് എഴുതുന്ന ആൾക്കാർ ഓടുന്നു, തൂർന്നു, കൂർന്നു, കാറുന്നു. ഒരു കാര്യമില്ല. അത്ര സ്റ്റാർ വാല്യൂ ഒന്നും ഇവർക്കില്ല. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ബിസിനസ്സാണ് സിനിമ എന്ന് പറയുമ്പോൾ സിനിമ ബിസിനസ്സാണ്. സിനിമയ്ക്കൊന്ന് പൈസ ഉണ്ടാകണം. ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ മനസ്സിലാകണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾക്കാർക്ക് മനസ്സിലാകണം. ആൾക്കാർക്ക് അല്ലെങ്കിൽ മനസ്സിലാകില്ല. അതിനാണ് നമ്മൾ പറയുന്നത് വിവരമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പ്രൈമലായിട്ടുള്ള അതായത് സിനിമ ഉണ്ടാക്കി കണ്ടുപിടിച്ച് തുടങ്ങിയ കാലഘട്ടത്തിലുള്ള രീതിയിലുള്ള പോലത്തെ സിനിമ ഉണ്ടാക്കാനുള്ളത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ വലിയ ലോകോത്തര സാധനം ഒന്നും ആയിട്ട് ആൾക്കാർ പറയണ്ട. അങ്ങനെ പക്ഷെ പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇത് വേറെ ഒരു കൂതറ സാധനമാണ്. അത്രയേ ഉള്ളൂ ഇതിന്റെ സാധനം. അതേ ഉള്ളൂ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ലോകോത്തര സംഭവം ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഇങ്ങനെ പറയണം, ഇവിടെ ഉള്ള കഥ പറഞ്ഞാൽ മനസ്സിലാകില്ലാത്ത ബുദ്ധിയും വിവരമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്ന സിനിമയാണിത്, അല്ലാതെ നമ്മൾ വലിയ ലോകോത്തര സിനിമയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ അവകാശപ്പെട്ടത്. സത്യത്തിൽ അതുകൊണ്ടാണ് ഇങ്ങനെ സിനിമ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അതായത് ഇമാതിരി മസാല, പുഷ്പ 2 പോലെ, പുഷ്പ 1, RRR പോലെയൊക്കെയുള്ള ഇങ്ങനത്തെ പരട്ട സിനിമ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് വലിയ സാധനമാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ യഥാർത്ഥത്തിൽ അതാണ് സംഭവം. എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മളുണ്ടാക്കിയ വലിയ സംഭവം നമ്മൾ ഗാഡിയേറ്ററിനെ തോപ്പിച്ചു, നമ്മൾ അവതാരണ തോപ്പിക്കും, നമ്മൾ അവതാർ പോലെ ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത്തരത്തെ ഒരു കാര്യം പറയേണ്ടി വരുന്നത്. എന്തായാലും കൊള്ളാം. കുറച്ച് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കാര്യം, വിവരമില്ലാത്ത ആൾക്കാർ വിവരമില്ലാത്തവർ വേണ്ടി ഉണ്ടാക്കിയ സിനിമ കണ്ടുകൊണ്ട് വിവരമില്ലാത്തവർ അങ്ങോട്ട് വല്ല മാറി നീ വേഷം കെട്ടി തിയേറ്ററിൽ കിടന്ന് ചാടുക എന്നല്ലാതെ ലോക സിനിമയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല.
ചിലപ്പോഴേ നമ്മളിങ്ങനെ ഓർക്കല്ലേ, ഇപ്പം അവതാരം കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ലേ. ഇപ്പം കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് കണ്ടിട്ട് തന്നെ ഒന്നും മനസ്സിലാകത്തില്ല, ഇത് ആരാ ഇവർക്ക് അറിയത്തില്ല. സത്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല, അത് മലയാളത്തിൽ കാണിച്ചു കൊടുത്താൽ പോലെ ഒരു കാണുകയെന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർ മറ്റുള്ള സിനിമ അങ്ങനെ കാണും. കാരണം ഇവർക്ക് ഈ കോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വിഷമിച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ ഇവർക്ക് മനസ്സിലാവില്ല. നിങ്ങളിപ്പോഴും നമ്മുടെ വഴി കൂടെ പോകുന്ന ഒരു ചേച്ചി ഇങ്ങനെ സാറ് നമ്മൾ നൈറ്റിയൊക്കെ ഇട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു സാരിയൊക്കെ എടുത്ത് പോകുന്ന ചേച്ചിനെ ഇങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ഇവരെ കൊണ്ട് ഇൻഡസ്ട്രിയലർ കാണിച്ചു കഴിഞ്ഞാൽ അവർ കാണുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയില്ലേ. അപ്പം നമുക്ക് മനസ്സിലാവും, അവർക്കൊന്നും മനസ്സിലാകില്ല. അതാണ് പ്രശ്നം. ആൾക്കാർക്ക് വിവരമില്ല, അത് വേറെ കാര്യം. അതിപ്പോൾ അങ്ങനെ പറയും, ഞാനിപ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ വലിയ വിവരമുള്ള ഒരാളാണ് എന്നുള്ളൊരു അർത്ഥമൊന്നുമില്ല. പക്ഷെ എനിക്കിതൊക്കെ മനസ്സിലാകുന്ന ഒരാളാണ്. നിങ്ങളങ്ങനെ ചിന്തിച്ചു വയ്ക്കും, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ആൾക്കാരാണെങ്കിലും അവരെ കൊണ്ട് നമ്മൾ ഈ സിനിമ കാണിച്ച് ഇവർക്ക് മനസ്സിലാവുമോ? അവർക്കത് മനസ്സിലാകില്ല. അത് നിസ്സാര കേസുകെട്ടായിരിക്കും. അതിനകത്തൊരു ക്യാരക്ടർ ചിലപ്പം വേദനിച്ചിരിക്കുന്നു, വിഷമിക്കുന്നു, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കൂടെ കടന്നു പോകുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാകില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഊച്ചാളി പടങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാക്കുന്നത്. ആയിരിക്കും.